Hello all, welcome to Toppers World. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിന്റെ മാത്തമാറ്റിക്സ് ആണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ 7ാമത്തെ ചാപ്റ്റർ 7th ചാപ്റ്റർ ആയ മോർ ആൻഡ് ലെസ്. ഓക്കെ, അപ്പോൾ ഇത് ഇംഗ്ലീഷ് മീഡിയംകാരുടെ ആണ് കേട്ടോ. നമ്മൾ മലയാളം മീഡിയംകാരുടെയും അപ്ലോഡ് ചെയ്യും, ഇംഗ്ലീഷ് മീഡിയംകാരുടെയും ചെയ്യും. അപ്പോൾ രണ്ടും വേറെ വേറെ ഉണ്ട്. ഇത് ഇംഗ്ലീഷ് മീഡിയം കുട്ടികളുടെ ക്ലാസ് ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് ഇനാബിൾ ചെയ്ത് വെക്കുക. അപ്പം നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം നമുക്ക് നോക്കിയാലോ, മോർ ആൻഡ് ലെസ്. ആദ്യം തന്നെ നിങ്ങൾക്ക് കുറേ ചിത്രം തന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പിക്ചറാണ് അല്ലേ. മരവും ചെടികളും കോഴികൾ, കുട്ടികൾ, ഒരച്ഛനമ്മ, ചക്ക അല്ലേ, ചെടികൾ, പക്ഷി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. അതിനെ തുടർന്ന് നമുക്കുള്ളത് ലെറ്റസ് ഗെറ്റ് എ ബിഗ് ജാക്ക് ഫ്രൂട്ട്, വി മസ്റ്റ് യൂസ് ദി സ്റ്റിക്ക് ടു റീച്ച് ദ ബിഗ് വൺ. അപ്പം നമുക്കൊരു വലിയ ജാക്ക് ഫ്രൂട്ട് വേണം അല്ലേ. അപ്പം എന്ത് ചെയ്യണം, നമുക്ക് വലിയൊരു സ്റ്റിക്ക് ഉപയോഗിച്ച് തള്ളിയിടാം. വി ക്യാൻ ഗെറ്റ് ഇറ്റ് വിത്ത് മൈ സ്റ്റിക്ക് ടു. അപ്പോൾ ആ ചെറിയ ഗേൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്റ്റിക്ക് വെച്ചിട്ടും കിട്ടുമെന്ന് പറയുന്നുണ്ട്. വിച്ച് സ്റ്റിക്ക് ഇസ് ലോങ്ങർ, പുട്ട് എ ടിക്ക് മാർക്ക്. ഏത് സ്റ്റിക്കാണ് വലുത്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, ബോയുടെ കയ്യിലുള്ളതാണ് വലുത്. അപ്പോൾ അതിലൊരു ടിക്ക് മാർക്ക് ഇടുക. കണ്ടല്ലോ. അടുത്തത് ടിക്ക് ദ ബോക്സ് വിത്ത് ദ ലോങ്ങർ വൺ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ വലുത് ഏതാണെന്ന് നോക്കുക. ലോങ്ങർ ആയിട്ടുള്ളത്, നീളം കൂടിയതിൽ ടിക്ക് ഇടുക, അത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് 2 പെൻസിലുണ്ട്. ആദ്യത്തെ ബോക്സിൽ ടിക്ക് ചെയ്യുക. 2 കുടയുണ്ട് അല്ലേ, രണ്ടാമത്തെ ബോക്സിൽ ടിക്ക് ചെയ്യുക. 2 മാലയുണ്ട്, ആദ്യത്തതിൽ ടിക്ക് ചെയ്യുക. അതുപോലെ 2 പേരിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും നീളം കൂടിയ ചൂണ്ട ആരുടെയാണ്, ഫസ്റ്റത്തെ പിക്ചർ. 2 സ്കെയിലുണ്ട്, ആദ്യത്തെ സ്കെയില്. 2 സ്പൂണുണ്ട്, രണ്ടാമത്തെ സ്പൂണ്. കണ്ടല്ലോ, ഇതുപോലെ ടിക്ക് ചെയ്യുക. അടുത്തത് കൈറ്റ് ഫ്ലയേഴ്സ്. സീയിങ് ഫ്രണ്ട്സ് ഫ്ലൈയിങ് കൈറ്റ്സ്, അജിനവ് came running. Whose kite is flying highest? Color the string of the highest kite red. Okay, അപ്പോൾ ആരാധ്യ, വൈഗ, ഇതൾ, അമർ, ഐ തിങ്ക് അമറാണ് തോന്നുന്നു, എനിക്ക് കാണുന്നില്ല കറക്റ്റായിട്ട്, ആമീൻ, അജിനവ്. അപ്പം ഇത്രയും പേരാണ് അത് ഫ്ലൈ ചെയ്യണത്. അപ്പോൾ ആരുടെയാണ് ഏറ്റവും ഹയസ്റ്റ് പോണത്, ഇതളും അമറുടെയാണ്. അമറാണ് കേട്ടോ അത്. ഇതളും അമറിനെയാണ് ഹയസ്റ്റ് ആയിട്ട് പറക്കുന്ന കൈറ്റ്. അടുത്തത് മോം, ഐ ക്യാനോട്ട് ലിഫ്റ്റ് ദിസ് ജാക്ക് ഫ്രൂട്ട്. അമ്മേ, എനിക്ക് ഈ ചക്ക എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അമ്മ പറയും, ഓക്കെ ഐ വിൽ ടേക്ക് ദാറ്റ്, യു ടേക്ക് ദിസ് വൺ, ദിസ് സ്മോൾ വൺ. ഓക്കെ, ഞാൻ എടുക്കാം, നീ ചെറുതെടുത്തോളൂ പറയാണ്. ലുക്ക് അറ്റ് ദ പിക്ചർ, സർക്കിൾ ദ ഹെവിയർ തിങ് ഇൻ ഈച്ച് റോ. അപ്പോൾ എന്താ ചെയ്യണത്, അടുത്തത് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അതിൽ ഏറ്റവും വെയിറ്റ് കൂടിയത് ഏതാണ്, ഹെവിയർ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഭാരം കൂടിയതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റൗണ്ട് ചെയ്യുക. ആദ്യം തന്നിരിക്കുന്നതിൽ ഫസ്റ്റ് വെജിറ്റബിൾ, അതിന് റൗണ്ട് ചെയ്യുക. രണ്ടാമത് ഫസ്റ്റ് വൺ തന്നെയാണ്. മൂന്നാമത് രണ്ടാമത്തെ പിക്ചർ റൗണ്ട് ചെയ്യുക. നാലാമത്തെ രണ്ടാമത്തെ പിക്ചർ, അടുത്തതിൽ ആദ്യത്തെ പിക്ചർ റൗണ്ട് ചെയ്യുക. കണ്ടല്ലോ. ടിക്ക് ദ ഹെവിയർ ആണ് കേട്ടോ. ഏറ്റവും ഭാരം കൂടിയത് ഇതിൽ ഹെവിയർ ആയിട്ടുള്ള ആൾ ആരാണ്, എലിഫന്റ് ആണല്ലോ. അഫ്കോഴ്സ് എലിഫന്റിൽ ടിക്ക് ചെയ്യുക. വിച്ച് ബോട്ട് ക്യാരീസ് ദ ഹെവിയർ ലോഡ് ടിക്കറ്റ്. ഈ 2 ബോട്ട് കണ്ടിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ലോഡ് കൂടുതൽ ഏതിലാണ്, സെക്കൻഡ് വൺ ആണല്ലേ. അപ്പോൾ ഇതിലൊരു ടിക്ക് കൊടുക്കൂ, ദാ ടിക്ക് ചെയ്യുക. ലെറ്റസ് കളർ, ഹൂസ് ലിഫ്റ്റിംഗ് മോർ വെയിറ്റ്, കളർ ദ സർക്കിൾ. ആരാണ് ഏറ്റവും കൂടുതൽ ഭാരം ലിഫ്റ്റ് ചെയ്യണത്, തൂക്കുന്നത്, ഇയാളാണ് അല്ലേ. അപ്പോൾ ഇതിലൊരു നമ്മൾ കളർ ചെയ്തിട്ടുണ്ട്. അടുത്തത് മോർ ആൻഡ് മോർ ആണ് കേട്ടോ. ഇഫ് ഹയർ ഫ്രൂട്ട്സ് യു വോണ്ട് ടു പിക്ക്, വാട്ട് യു നീഡ് ഈസ് എ ലോങ്ങർ സ്റ്റിക്ക്. ഇതൊരു പോയട്രി പോലെയാണ്. ഇഫ് യു വാണ്ട് യുവർ കൈറ്റ്സ് ഫ്ലൈ ഹയർ, യു മസ്റ്റ് മേക്ക് ദിയർ ത്രെഡ്സ് ലോങ്ങർ. അപ്പം നിങ്ങൾക്ക് if you want to lift heavy things, what you need are very strong limbs. If you want to drink quite a lot, you have to get a bigger pot. അപ്പോൾ അത് വായിച്ചു വിട്ടാൽ മതി. അടുത്തത് ഫീലിംഗ് തേഴ്സ്റ്റി. ഡാഡ്, ഐ എം തേഴ്സ്റ്റി. അച്ഛാ, എനിക്ക് ദാഹിക്കുന്നു. ഐ വിൽ മേക്ക് സം ലൈം ജ്യൂസ്. ഞാൻ കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരാം. ഡ്രിങ്ക് അപ്പ്. എന്നിട്ട് അച്ഛൻ അത് കൊടുത്തിട്ട് കുടിക്കൂ എന്ന് പറയുന്നു. യു ഹാവ് മെയ്ഡ് എ ഗ്ലാസ് ഫുൾ ബട്ട് ഐ ക്യാൻ ഡ്രിങ്ക് ഇറ്റ് ഓൾ. നിങ്ങൾ ഒരു ഗ്ലാസ് ഫുൾ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നു, എനിക്കിത് മൊത്തത്തിൽ കുടിക്കാൻ പറ്റില്ല. നോക്കാം. വിച്ച് ഗ്ലാസ് ഹാസ് മോർ ജ്യൂസ്. ഏത് ഗ്ലാസ്സിലാണ് മോർ ജ്യൂസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ആ വലിയ ഗ്ലാസ്സിലാണ് കേട്ടോ. ഇത് ഈ ഫസ്റ്റ് ചിത്രത്തിലെ രണ്ടാമത്തെ പിക്ചർ. അടുത്തത് സീ ആൻഡ് ടെൽ ആണ്.
നമുക്കിവിടെ 1 2 3 4 5 6 തന്നിട്ടുണ്ട് അല്ലേ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. വാട്ട് ഓൾ തിങ്സ് ഡസ് ഈച്ച് ഓഫ് ദിസ് യൂഷ്വലി ഹോൾഡ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പിക്ചറിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ നമ്മൾ എടുക്കുക? ഗ്ലാസ്സിൽ വാട്ടർ, ജ്യൂസ്, മിൽക്ക്. രണ്ടാമത്തെ പിക്ചർ ഈ പാലൊക്കെ കൊണ്ടുപോകണ, സൊസൈറ്റിയിൽ പാലൊക്കെ കൊണ്ടുപോകണ പാത്രം പോലല്ലേ, അപ്പോൾ അതിൽ മിൽക്കാണ് കേട്ടോ. മൂന്നാമത്തത് മഗ്ഗാണ്, അതിൽ വാട്ടർ. നാലാമത്തത് വാട്ടറാണ്, വാട്ടർ ബോട്ടിലാണ് വാട്ടർ. അഞ്ചാമത്തത് വാട്ടർ തന്നെയാണ്. ആറാമത്തത് ഫുഡ് ലൈക്ക് സൂപ്പ് ഓർ റൈസ് ഓർ മെഡിസിൻ ഒക്കെ നമ്മൾ സ്പൂണിൽ യൂസ് ചെയ്യും. Which of these can hold more water than all others? Draw it below and color it. ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വെള്ളം നമുക്ക് ഏതുപയോഗിച്ചാണ് എടുക്കാൻ പറ്റുക? നിങ്ങളത് വരച്ച് കളർ കൊടുക്കുക. അപ്പം നമുക്കതിൽ ബക്കറ്റാണ് അല്ലേ. ബക്കറ്റിലാണ് ഏറ്റവും തന്നിരിക്കുന്നത്, നമുക്ക് തന്ന ചിത്രങ്ങളിൽ ബക്കറ്റാണ് ഏറ്റവും വലുത്, അതിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുക. അപ്പം അത് വരയ്ക്കുക. ഇഷ്ടമുള്ള കളർ നിങ്ങൾ കൊടുത്തോളൂ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തുടർന്നും വാച്ച് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.